കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഒറ്റപ്പാലം ചേംബർ ഓഫ് കൊമേഴ്സും പ്രതിഷേധ സമരത്തിലേക്ക്. വ്യാപാര സ്ഥാപനങ്ങളുടെ മുനിസിപ്പൽ ലൈസൻസ് പുതുക്കി നൽകാൻ ഒരു വർഷത്തെ ഹരിത കർമ്മസേന ഫീസ് അടയ്ക്കണമെന്ന മുനിസിപ്പൽ അധികൃതരുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂണിറ്റ് സമരത്തിനിറങ്ങുന്നത്. അമിതമായ തൊഴിൽ നികുതി ഏർപ്പെടുത്തിയ പ്രഹരത്തിന് പുറമെയാണ് അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ ചെറുകിട വ്യാപാര മേഖലയ്ക്ക് മുനിസിപ്പാലിറ്റികൾ ഹരിത കർമ്മസേന യൂസർ ഫീ എന്ന പേരിൽ തീവെട്ടിക്കൊള്ള നടത്തുന്നത്. ഹരിത കർമ്മസേനയ്ക്കോ അവർ എടുക്കുന്ന തൊഴിലിന് വേതനം നൽകുന്നതിനോ വ്യാപാരി സംഘടന എതിരല്ല, പൂർണ്ണമായും സഹകരിക്കാനും തയ്യാറാണ്. എന്നാൽ വേസ്റ്റ് ഇല്ലാത്ത കടകൾ പോലും നിർബന്ധമായും മാസം 150 രൂപ വെച്ച് വർഷത്തിൽ 1800 രൂപ അടയ്ക്കണം എന്ന നിയമത്തിനെതിരെയാണ് വ്യാപാര സമൂഹത്തിന്റെ എതിർപ്പ്. പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാക്കുക, അത് ഹരിത കർമ്മസേനയ്ക്ക് മാസം 150 രൂപ നൽകി കൊടുക്കുക എന്ന നയത്തിനെതിരെയാണ് ഈ സമരം. ഒരു ഭാഗത്ത് പ്ലാസ്റ്റിക് കണ്ടാൽ ഫൈൻ തരാൻ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കിറങ്ങുന്നു, മറുഭാഗത്ത് പ്ലാസ്റ്റിക് നിർബന്ധമായും നൽകണം, അതിന് പണവും നൽകണം എന്ന നിർദ്ദേശവുമായി ഹരിത കർമ്മസേനയും. മാലിന്യം ഉണ്ടെങ്കിൽ അത് നൽകാനും അതിന് മാന്യമായ തുക നൽകാനും വ്യാപാരികൾ തയ്യാറാണ്. എന്നാൽ ഇല്ലാത്ത മാലിന്യം ഉണ്ടാക്കാനും ഒരു മാലിന്യവും ഇല്ലാത്ത സ്ഥാപനങ്ങൾക്ക് യൂസർ ഫീ നൽകാനും ഞങ്ങൾ തയ്യാറല്ല. മാലിന്യമുള്ള ഷോപ്പുകളിൽ തന്നെ കൃത്യമായി അവ എടുക്കാൻ ഹരിത കർമ്മസേനക്കാർ വരാറില്ല. ലേബർ, ഫുഡ് ആൻഡ് സേഫ്റ്റി, പാക്കിംഗ് ലൈസൻസ് തുടങ്ങി ഒട്ടനവധി ലൈസൻസുകൾ എടുത്താണ് ഓരോ വ്യാപാരിയും സ്ഥാപനം നടത്തുന്നത്. എന്നാൽ ഒരു ലൈസൻസുമില്ലാതെ വഴിയോര കച്ചവടം നടത്തുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല താനും. മാലിന്യം ഉള്ള സമയത്ത് അത് കൃത്യമായി എടുക്കുകയാണെങ്കിൽ ആയതിന് ഫീസ് അടയ്ക്കാൻ തയ്യാറാണ്. മാലിന്യമില്ലാത്തവരെ ഹരിത കർമ്മസേനയിൽ നിന്ന് ഒഴിവാക്കണം. ലൈസൻസ് പുതുക്കാൻ ഇത് ആവശ്യമില്ലെന്നിരിക്കെ ഹരിത കർമ്മസേനയ്ക്ക് ഫീസ് നൽകിയാലേ ലൈസൻസ് പുതുക്കൂ എന്നുണ്ടെങ്കിൽ ഒറ്റപ്പാലത്തെ വ്യാപാരികൾ ലൈസൻസ് പുതുക്കുന്നില്ല എന്ന് മാത്രമല്ല, കടകളിലെ സാധനങ്ങൾ റോഡ് സൈഡിൽ ഇറക്കി വെച്ച വഴിയോര കച്ചവടം നടത്തുക എന്നുള്ളതാണ് ഇനി തങ്ങളുടെ ഏക മാർഗമെന്നും സംഘടനാ ഭാരവാഹികൾ പറയുന്നു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 14/2/2025 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലേക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും ഒറ്റപ്പാലം ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും നേതൃത്വത്തിൽ മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.